ഡിസംബർ 3 ബുധനാഴ്ച. മാർക്കോസ് 16, 15, 16, 19, 20 വാക്യങ്ങൾ. ഇന്ന് തിരുസഭ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. അദ്ദേഹം സ്പെയിനിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്ത് ഏകദേശം 30,000 ആളുകളെ സ്നാനപ്പെടുത്തി. ജസ്വീറ്റ് സന്യാസ സഭയിലെ ആദ്യ അംഗങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ചെറുപ്പത്തിൽ അദ്ദേഹം പാരീസ് സർവകലാശാലയിൽ പഠിച്ചു. അവിടെ അദ്ദേഹം വിശുദ്ധ ഇഗ്നേഷ്യസിനെ കണ്ടുമുട്ടി. ഇഗ്നേഷ്യസ് ലോയോള അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായി. ഈ സൗഹൃദം അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിക്കുകയും അദ്ദേഹം ഒരു മിഷണറിയായി തീരുകയും ചെയ്തു. യേശുവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആളുകളിലേക്ക് സുവിശേഷം എത്തിക്കാൻ ഫ്രാൻസിസ് സേവ്യർ ആഗ്രഹിച്ചു. അദ്ദേഹം ഒരു പുരോഹിതനായി ജസ്യൂട്ട് മിഷണറിയായി. 1541 അദ്ദേഹം യൂറോപ്പ് വിട്ട് ഏഷ്യയിലേക്ക് കപ്പൽ കയറി. ഇന്ത്യയിലും ജപ്പാനിലും മറ്റ് രാജ്യങ്ങളിലും കത്തോലിക്ക വിശ്വാസം പ്രചരിപ്പിക്കുന്നതിനായി തൻ്റെ ജീവിതത്തിൻ്റെ ശേഷിച്ച സമയം ചെലവഴിച്ചു. 1542 വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഇന്ത്യയിലെ ഗോവയിലെത്തി. തദ്ദേശീയ ജനങ്ങൾക്കും പോർച്ചുഗീസ് കുടിയേറ്റക്കാർക്കും ഇടയിൽ അദ്ദേഹം തൻ്റെ ദൗത്യം ആരംഭിച്ചു. അദ്ദേഹം ദരിദ്രരോട് സുവിശേഷം പ്രസംഗിച്ചു, കുട്ടികളെ പഠിപ്പിച്ചു, ധാരാളം പേരെ സ്നാനപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ലളിതമായ ജീവിത രീതിയും മറ്റുള്ളവരോടുള്ള സ്നേഹവും ആളുകളെ വിശ്വാസത്തിലേക്ക് ആകർഷിച്ചു. കുറേ വർഷങ്ങൾ ഇന്ത്യയിൽ താമസിച്ചതിന് ശേഷം അദ്ദേഹം മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി. ഫ്രാൻസിസ് സേവ്യറിൻ്റെ ദൗത്യം എളുപ്പമായിരുന്നില്ല. ഭാഷ അറിയില്ല, കഠിനമായ യാത്രാ സാഹചര്യങ്ങൾ, പ്രാദേശിക നേതാക്കളിൽ നിന്നുള്ള എതിർപ്പ് തുടങ്ങിയ നിരവധി വെല്ലുവിളികൾ അദ്ദേഹം നേരിട്ടു. എന്നിരുന്നാലും ക്രിസ്തുവിൻ്റെ സന്ദേശം പങ്കിടാൻ അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തു. വിശ്വാസം പകർന്നു കൊടുക്കുവാൻ അദ്ദേഹം പുതിയ ഭാഷകൾ പഠിക്കുകയും വ്യത്യസ്ത സംസ്കാരങ്ങളുമായി പൊരുത്തപ്പെടുകയും ചെയ്തു. 1552 വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ചൈനയ്ക്കടുത്തുള്ള ഒരു ദ്വീപിൽ മരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിരവധി മതപരിവർത്തനങ്ങൾക്ക് കാരണമായി. അങ്ങനെ ഏഷ്യയിലെ സഭയ്ക്ക് വിത്തുകൾ പാകി. ഇന്ന് കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ മിഷണറിമാരിൽ ഒരാളായി അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു. 1622 ഗ്രെഗറി 14 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വിശുദ്ധ ഇഗ്നേഷ്യസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച അതേ ദിവസം തന്നെയാണ് ഫ്രാൻസിസ് സേവ്യറിനെയും വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. ഡിസംബർ 3 അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ലിസിയുവിലെ വിശുദ്ധ തെരേസിനോടൊപ്പം മിഷണറിമാരുടെയും രക്ഷാധികാരിയാണ് അദ്ദേഹം. ഏഷ്യയിലെ നിരവധി കത്തോലിക്ക പ്രദേശങ്ങളുടെയും മിഷനുകളുടെ രക്ഷാധികാരി കൂടിയാണ് ഫ്രാൻസിസ് സേവ്യർ. ഫ്രാൻസിസ് സേവ്യർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്കും ഒരു മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നാണ്. നമ്മുടെ വീട്ടിലായാലും അകലെയായാലും നമുക്ക് മറ്റുള്ളവരെ സേവിക്കാനും അവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാനും കഴിയും. സുവിശേഷത്തിൻ്റെ ധീരരും സമർപ്പിതരും വിശ്വസ്തരുമായ സന്ദേശവാഹകരാകാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സുവിശേഷം പ്രസംഗിക്കുവാൻ യേശു നമ്മെയും വിളിക്കുന്നു. രോഗശാന്തി നൽകിയും മറ്റുള്ളവർക്ക് അറിവ് പകർന്നും നമുക്ക് അത് ദൗത്യത്തിൽ പങ്കുചേരാം. നമുക്ക് ഒരുപക്ഷെ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ കഴിഞ്ഞേക്കില്ല. എന്നിരുന്നാലും ദുഃഖിതരെ ആശ്വസിപ്പിക്കാനും നമ്മുടെ സ്നേഹം, കരുതൽ എന്നിവ ഉത്കണ്ഠാകുലരായിരിക്കുന്ന ഒരാളെ സുഖപ്പെടുത്താനും ഒരുപക്ഷെ നമ്മുടെ സ്നേഹവും രോഗശാന്തി സാന്നിധ്യവും ഉപയോഗിച്ച് ഒരാളെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുവാനും നമുക്ക് കഴിയും. യേശു നമ്മിലും
നമ്മിലൂടെയും പ്രവർത്തിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.